ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് 100% കറക്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ എത്ര നാൾ വരെ വെയിറ്റ് ചെയ്യണം എന്നൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒന്നാണ് എന്ന് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട്. ഏകദേശം ഒരു ഓവുലേഷൻ ദിവസം കഴിയുമ്പോൾ മുതൽ എല്ലാവരും ഒരു സെക്കൻഡ് ഡേ മുതലും തേർഡ് ഡേ മുതലൊക്കെ എനിക്ക് ഇന്ന സിംറ്റംസ് കാണുന്നുണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളതാണ് വീഡിയോ. നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ആ 2 ലൈൻ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ പ്രൊഡ്യൂസ് ആകുന്ന HCG എന്നുള്ളൊരു ഹോർമോണാണ്. ഈ ഒരു HCG ഹോർമോണിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. സാധാരണ ഫിസിക്കൽ കോണ്ടാക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 മിനിറ്റിനകം തന്നെ നമ്മുടെ ശരീരത്തിലോട്ടെത്തുന്ന സ്പേം സെൽസ് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന് അവിടെ എത്തിയിട്ടുണ്ടാകും. ഏകദേശം ഒരു മണിക്കൂറിനകം തന്നെ നിങ്ങളുടെ എഗ്ഗ് അവിടെ ഉണ്ടെങ്കിൽ, നേരത്തെ വന്ന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓവുലേഷൻ സമയത്ത് തന്നെയാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്, എഗ്ഗ് അവിടെ വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു 24 മണിക്കൂറോ 36 മണിക്കൂറിനോ അകമാണ് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്തിൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. അതായത് ബീജസങ്കലനം നടക്കും. ഈ ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും HCG ഹോർമോൺ പ്രൊഡ്യൂസ് ആകില്ല. ബീജസങ്കലനം പോലെ പ്രൊജസ്ട്രോൺ ഹോർമോണും പ്ലസൻ്റയുടെ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ കൃത്യമായിട്ടൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഏകദേശം നമ്മൾ ആ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇംപ്ലാന്റേഷൻ കഴിയുമ്പോൾ മുതൽ നമ്മുടെ ശരീരം HCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം ഒന്ന് പീരിയഡ്സ് മിസ്സായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസത്തിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ശരീരത്തിൽ നമ്മുടെ HCG ഹോർമോണിൻ്റെ ലെവൽ നിങ്ങളുടെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു ലെവലിലോട്ട് എത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. സ്ലോവിലുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് നമുക്ക് പിന്നീട് കണ്ടു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അത് ഹെൽത്തി പ്രഗ്നൻസി ആയിരിക്കും. എന്നിരുന്നാൽ കൂടി തന്നെയും ഏകദേശം കുറച്ചൊരു സമയമെടുക്കും ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്തിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ഫെയിൻറ്റ് ലൈൻ കിട്ടും. ഫെയിൻറ്റ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ലൈൻ മങ്ങിയ ടൈപ്പുള്ള ഒരു ലൈൻ. അപ്പോൾ തന്നെ പീരിയഡ്സ് ആ ഒരു ടെസ്റ്റ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കിട്ടുമ്പോഴാണ് ഒരു ഫെയിൻറ്റ് ലൈൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതിന് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവായിട്ടും പറയാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് നമ്മൾ വളരെ നേരത്തെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 8 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ അവിടെ തുടങ്ങിയിട്ടുണ്ടാകും. ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മുതൽ 12 ദിവസത്തിനകത്തായിരിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഇംപ്ലാന്റേഷൻ അവിടെ നടക്കുന്നത്. എന്നാൽ ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് പലരും ഓവുലേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ചേച്ചി എനിക്ക് അടിവയറിൻ്റെ ഭാഗത്ത് വേദന വരുന്നുണ്ട്, ചേച്ചി എനിക്ക് പീരിയഡ്സ് ആകാൻ പോകുന്ന ടെൻഡൻസി ഉണ്ട്, ചേച്ചി എനിക്ക് ഡിസ്ചാർജ് ഉണ്ട് എന്നിങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നവരെല്ലാവരും തന്നെ ഭൂരിഭാഗം ആൾക്കാരും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. നമുക്ക് ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു അടിവയറ് വേദന വരുന്നത് ചിലപ്പോൾ ആ ഒരു എഗ്ഗ് റപ്ചർ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ചെയ്ത എന്തെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു അടിവയറ് വേദന ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് അടിവയറ് വേദന അനുഭവപ്പെടാം. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും പലരും തന്നെ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 8 ദിവസത്തിനൊക്കെ മുൻപ് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെയൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടില്ല. നമുക്ക് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെയുള്ള നെഗറ്റീവ് റിസൾട്ട് നമുക്ക് നേരത്തെ ടെസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കാതെ വരും. അതായത് വേണ്ടുന്ന വെള്ളം കുടിക്കാതെ വരും, കൃത്യമായിട്ട് ഉറങ്ങാതിരിക്കും, ഫാസ്റ്റ് ഫുഡ് കഴിക്കും, ജങ്ക് ഫുഡ് കഴിക്കും, എക്സസൈസുകളോ വർക്കൗട്ടുകളോ ഇൻ കേസ് ഫിസിക്കൽ കോണ്ടാക്ട് വരെ നിങ്ങൾ ചെയ്തെന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും അതുമൂലം നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് കാരണം ആകും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പീരിയഡ്സ് മിസ്സാകാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും ഇത്ര നാളൊക്കെ വരെ വെയിറ്റ് ചെയ്തില്ലേ, അപ്പോൾ പീരിയഡ്സ് മിസ്സാകാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പീരിയഡ്സ് മിസ്സായതിനു ശേഷം നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ വരുന്നുണ്ട്. വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, ഹാർട്ട് ബേൺ ഉണ്ട്, വയറിൽ വേദനയുണ്ട്. പക്ഷേ നിങ്ങളൊരു 5 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 8 ഡേയ്സ് 10 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എഗെയിൻ പ്രഗ്നൻസി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വെറുതെ ഡയറക്റ്റ് നമ്മളൊരു ലാബിൽ പോയിട്ട് നമ്മുടെ കൈ വെറുതെ കുത്തി ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ കിട്ടും. നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 99% വരെ കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് നമ്മുടെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ കിട്ടും. എനിക്ക് പേഴ്സണലി ഒരു സൂചി കുത്തി കയറ്റുന്നത് എനിക്ക് പേടിയുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെയല്ല നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഹോർമോൺ ടെസ്റ്റ് ബീറ്റാ-HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സാധാരണ നമ്മുടെ ഒരു ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ കിട്ടുന്നതിനേക്കാളും കുറച്ച് ദിവസം നേരത്തെ നമുക്ക് ആ ഒരു ബീറ്റാ-HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റാ-HCG ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് വാല്യൂസ് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഒരു 5 യൂണിറ്റിനേക്കാളും മേളിലോട്ട് നമുക്കുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോസിറ്റീവ് പ്രഗ്നൻസി ആണെന്ന് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാർ ടെസ്റ്റിൽ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 25 യൂണിറ്റ്സിനടുത്തൊക്കെ എത്തണം. എന്നാലേ ഒരു കാർ ടെസ്റ്റിൽ കൃത്യമായിട്ട് ഒരു പ്രഗ്നൻസി ആണ് എന്ന് കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് പീരിയഡ്സ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടും. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഒരു പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാർ ടെസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പീരിയഡ്സ് മിസ്സായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒട്ടും നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് റിസൾട്ട് അറിഞ്ഞേ പറ്റൂ, അങ്ങനെയുള്ള അക്ഷമയോടുകൂടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അവിടെയും നിങ്ങൾക്ക് HCG ഹോർമോണിൻ്റെ അളവ് ഉയർന്നിട്ടില്ല എങ്കിൽ പീരിയഡ്സ് നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടോ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഏകദേശം ഒരു പീരിയഡ്സ് മിസ്സായിട്ട് ഒരു 10 ദിവസത്തിനകം എന്തായാലും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറയുന്ന ഡയറക്ഷൻസ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അവിടെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.